കട്ടപ്പന ഇരട്ടക്കൊലക്കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി എറണാകുളം റേഞ്ച് ഡിഐജി പുട്ട വിമലാദിത്യ. വിവിധ വകുപ്പുകളിലെ 10 ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് സംഘം. കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണ്. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും ഡിഐജി കട്ടപ്പനയിൽ പറഞ്ഞു. നേരത്തെ ഡിഐജി പുട്ട വിമലാദിത്യ സംഭവസ്ഥലങ്ങളിലെത്തി അന്വേഷണം നടത്തി പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു. വിജയന്റെ മൃതദേഹം കണ്ടെത്തിയ കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വാടക വീട്ടിലും 8 വർഷം മുമ്പ് ഇവർ താമസിച്ച കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിലും കുഞ്ഞിനെ കൊലപ്പെടുത്തി മറവ് ചെയ്തുവെന്ന് സംശയിക്കുന്ന കന്നുകാലി തൊഴുത്തിലും പരിശോധന നടത്തി. കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. എസ്.പിയുടെ നേതൃത്വത്തിൽ ഈ എല്ലാ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓരോ ദിവസം ഓരോ മൊഴി മാറ്റി പറയുന്നുണ്ടല്ലോ, അങ്ങനൊന്നുമില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുരോഗമിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് അതിൻ്റെ രീതിയിൽ നമ്മൾ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു പറയാൻ ആയിട്ടില്ല. ഓക്കെ, നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതാത് സമയത്ത് മാധ്യമപ്രവർത്തകരെ നമ്മൾ അറിയിക്കാം. പ്രതി അടിക്കടി മൊഴി മാറ്റുന്നതാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നത്. ഇതേ തുടർന്നാണ് എറണാകുളം റേഞ്ച് ഡിഐജി പുട്ട വിമലാദിത്യ സംഭവസ്ഥലങ്ങളിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തിയത്. പ്രതി നിതീഷിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഉന്നത സംഘം പ്രതിയെ ചോദ്യം ചെയ്തത്. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.